ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ, പച്ച മാങ്ങ ചെത്തി വെച്ചേക്കണതാണത്. അതുകൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത്, അണ്ടിമേന്ന് പൂളാതെ തന്നെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് അരപ്പായിട്ട് വേണ്ടത് ചുമന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില, തേങ്ങ, കടുക്. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കണം. അരക്കണതിന് പ്രത്യേകതയുണ്ട്. അത് 2 സ്പൂണ് തൈരുണ്ട്, യോഗട്ട്. അതും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചത്. അരയ്ക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, കടുകാണ് കയ്ക്കും. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ചീനച്ചട്ടി എനിക്ക് ഫേവറേറ്റാണ് കേട്ടോ. അതിൻ്റെ വക്കങ്ങനെ കറുത്ത് കരിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂരി ഉണ്ടാക്കിയാണ്. ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളകും കരിവേപ്പിലയും ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ മാങ്ങ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങയും കൂടി ഇട്ട് അല്പം ഉപ്പും ചേർത്ത്. ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ ക്യാമറ ഓണായിരുന്നില്ല. ഓണായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് രണ്ടാമത് ഇളക്കുമ്പോഴത്തേക്കും തന്നെ മാങ്ങ വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും നമ്മൾ അരപ്പരച്ചുകൊണ്ട് വന്ന് വെച്ചു. എളുപ്പം കഴിയുന്ന കറിയാണ് കേട്ടോ. ഇതാ അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഒരിക്കലും അരയ്ക്കരുത്. ഇനി അതൊന്ന് ചേർത്തിളക്കി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കാം കേട്ടോ, ഷുഗർ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര